Good morning, all. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസം ഇട്ടത് എല്ലാവരും നോക്കിയിരുന്നോ? എന്ത് ആരുണ്ടാവും പറയാത്തെ? അഞ്ജു ഇല്ലേ? യെസ് മാം. നോക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇട്ടത് നോക്കിയിരുന്നോ? നോക്കിയിരുന്നു. ആ, ക്ലിയർ ആണോ? ആ, ക്ലിയർ ആണ് മാം. ഓക്കെ. എന്താ എല്ലാവരും ലേറ്റ് ആവുന്നേ കയറാനായിട്ട് ക്ലാസ്സില്? 32 ആയല്ലോ. ഇന്നത്തെ ക്ലാസ്സോടുകൂടി നിങ്ങളുടെ ഈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ സെക്ഷൻ തീരും, ആ ചാപ്റ്റർ തീരും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ഔട്ട് പേഷ്യന്റും പിന്നെ നമ്മ ഫസ്റ്റ് എടുത്തില്ലേ ഫാർമസി, അതിന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരാം ഒരു 10-15 മിനിറ്റ്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ? നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് വരുന്നത് എമർജൻസി, 7th ചാപ്റ്റർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കപ്പൊ ക്ലാസ് തുടങ്ങിയാലോ? ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പ്രോബ്ലംസ് ഓഫ് ഒ പി ഡിയില് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുന്നത്. അത് ജനറൽ പ്രോബ്ലംസ് ഉണ്ട്, സ്പെസിഫിക് പ്രോബ്ലംസ്, അതായത് ഓരോ ഏരിയ ബേസ് ചെയ്തിട്ട്. ഇപ്പൊ കൺസൾട്ടേഷൻ റൂമില് ഡോക്ടേഴ്സിന്റെ എണ്ണത്തിൽ കുറവ് വരുന്നത്, അങ്ങനെ അതല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ഓക്സിലറി സ്റ്റാഫുകൾ നമ്മുടെ പേഷ്യന്റിനോട് മിസ്ബിഹേവ് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്യാം, അതല്ലെങ്കിൽ ഡോക്ടർ ഹാൻഡ് റൈറ്റിംഗ് മോശമാവുക, അല്ലെങ്കിൽ ഫാർമസിയിൽ തിരക്കുണ്ടാവുക, അങ്ങനെ അതൊക്കെയാണ് സ്പെസിഫിക് പ്രോബ്ലംസ്, ഓരോ സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ വരുന്ന പ്രോബ്ലംസ്. ജനറൽ പ്രോബ്ലം എന്നിട്ട് പൊതുവായി വരുന്ന പ്രോബ്ലംസ്. ഇനി ഈ പ്രോബ്ലംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ, ഇല്ലാതാക്കാൻ വേണ്ടി എന്തൊക്കെ രീതികൾ, എന്തൊക്കെ മെത്തേഡ്സ് നമുക്ക് സ്വീകരിക്കാം? എന്തൊക്കെയാണ് നമ്മൾ ശരിക്കും പ്രോബ്ലംസ് പറഞ്ഞേ?
ജനറൽ പ്രോബ്ലത്തിൽ വന്ന് ഡോക്ടർമാര് എണ്ണം കുറവാവാം, വരുന്ന പേഷ്യന്റിന്റെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാർ ഉണ്ടാവാതിരിക്കുക. പിന്നെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നല്ല രീതിയിലല്ലാതിരിക്കുക. പിന്നെ മെഡിസിൻ റൂമിന്റെ ഫാർമസിയുടെ മുമ്പിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരാം മരുന്നുകൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഫെസിലിറ്റീസ്, ആശുപത്രിയിലെ ഫെസിലിറ്റീസ് കുറവാകുക, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇനി ഇതൊക്കെ ഇല്ലാതാക്കാനായിട്ട്, അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ്, എന്തൊക്കെ രീതികൾ സ്വീകരിക്കാം എന്നുള്ളത്. അഡ്യൂക്കേറ്റ് ഡയറക്ഷണൽ സൈൻ. എന്താണ്? ഓരോ ഏരിയ തിരിച്ചിങ്ങാണ്ട് സൈൻ ബോർഡ്, സൈന് വെക്കാം. സൈൻ ബോർഡ് നമ്മൾ കണ്ടിട്ടില്ലേ, യാത്രകൾക്കൊക്കെ പോകുമ്പോഴും ഈ സൈൻ ബോർഡ് വെച്ച് നമുക്ക് ഇന്ന ഏരിയക്ക് ഈ ഡയറക്ഷനിൽ പോവാന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് കാണിക്കുന്നത്. അങ്ങനെ ഡയറക്ഷൻസ് കാണിച്ചു കൊടുക്കുക, സൈൻ വെച്ചിങ്ങാണ്ട് ഡയറക്ഷൻസ് കാണിച്ചു. ഇപ്പൊ ലാബിലേക്ക് ലെഫ്റ്റ് പോവുക, അല്ലെങ്കിൽ സ്കാനിങ് സെക്ഷനിലേക്ക് ഇന്ന സെക്ഷൻ, കൺസൾട്ടേഷൻ OP-യിലേക്ക് ഇന്ന ഇതില്, അല്ലെങ്കിൽ പീഡിയാട്രിക് സെക്ഷനിൽ ലെഫ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞങ്ങാണ്ട് ശരിയായ ദിശ കാണിക്കുന്ന സൈനുകളിൽ വെക്കുക. കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻ ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് കീപ്പിംഗ് ഫോർ ക്വിക്ക് റിട്രീവൽ. എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുക. എന്തിനു വേണ്ടിയിട്ട്? രജിസ്ട്രേഷന് വേണ്ടിയിട്ടും റെക്കോർഡുകൾ സൂക്ഷിക്കാനായിട്ടും. പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വരണമെങ്കിൽ ആ പേഷ്യന്റിന്റെ ഡാറ്റാസ്, ഡീറ്റെയിൽസ് ക്വിക്ക് റിട്രീവ് ചെയ്യാനായിട്ടൊക്കെ എന്ത് ചെയ്യുക? കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെട്ടെന്ന് ഒരു ആള് പോയി റെക്കോർഡ് റൂമിൽ നിന്ന് അല്ലെങ്കിൽ ഫയൽസ് ഒക്കെ സൂക്ഷിക്കുന്ന റൂമിൽ നിന്ന് ആ റെക്കോർഡ് പോയി കണ്ടുപിടിച്ച് വരുന്നതിൽ എളുപ്പമല്ലേ? നമുക്ക് ജസ്റ്റ് കമ്പ്യൂട്ടറിൽ ആ പേഷ്യന്റിന്റെ ID നമ്പർ അടിച്ചു കൊടുത്താൽ എന്ത് പറ്റും? അവരെ ഫുൾ റെക്കോർഡ്സ്, എല്ലാ ഹിസ്റ്ററി, കൺസൾട്ടേഷൻ ഹിസ്റ്ററി ആയിട്ട്, എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ, എന്തെങ്കിലും ലാബുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടോ, എല്ലാത്തിന്റെ ക്വിക്ക് റിട്രീവൽ ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എന്താ തിരക്ക്, നമ്മുടെ റിസപ്ഷന്റെ മുമ്പിലുള്ള തിരക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ സോൺ. എന്താണ്? ഓരോ സെക്ഷനും, ഇപ്പൊ സ്കാനിങ്ങിന് ഒരു സെക്ഷനിൽ പൈസ അടക്കാം, ഡോക്ടർ കൺസൾട്ടേഷൻ ഫീ ഒരു സെക്ഷനിൽ, അങ്ങനെ മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ്, ഒരുപാട് ഒന്നിലധികം ഫീസ് വാങ്ങാനുള്ള ഏരിയാസ് ഉണ്ടായിരിക്കുക, കളക്ഷൻ സോൺ ഉണ്ടായിരിക്കുക. അഡിക്കേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആസ് പെർ പേഷ്യന്റ് വോളിയൂംസ്. എന്താണ്? പേഷ്യന്റിന് എണ്ണത്തിനനുസരിച്ച് ആവശ്യമുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കുക. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം. എന്താണ്? ഡോക്ടേഴ്സിന്റെ റൂമിന്റെ മുമ്പിലോ അതല്ലെങ്കിൽ ഫാർമസിയുടെ റൂമിന്റെ മുമ്പിൽ എന്താണ്? ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടായിരിക്കുക. അപ്പൊ അവർക്ക് പെട്ടെന്ന് അടുത്ത നെക്സ്റ്റ് ഏത് പേഷ്യന്റ് ആണ് കയറേണ്ടതെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആ ഡിസ്പ്ലേ സിസ്റ്റം നോക്കി കാണിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ, ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്, സ്റ്റാഫിംഗ് ദം ബേസ്ഡ് ഓൺ നീഡ്സ്. എന്താണ്? മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ, ബ്ലഡ് രക്തശേഖരണത്തിനായി ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട് ഒന്നിലധികം സ്ഥലങ്ങൾ ഉണ്ടായിരിക്കുക. ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്, അതേപോലെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസും കൂടുതൽ ഉണ്ടായിരിക്കുക. ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ ചെക്കപ്പുകൾ നമ്മൾ ചെയ്യണം, അതൊക്കെ എല്ലാം ഈ ഫെസിലിറ്റീസിൽ ഉൾപ്പെടുന്നു. ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്, സ്കാനിങ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാവരും ഈ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസിലാണ് ഉൾപ്പെടുന്നത്. അങ്ങനെയുള്ള ഒന്നിലധികം ഏരിയാസ് ഉണ്ടായിരിക്കുക. സ്റ്റാഫിംഗ് ഡം ബേസ്ഡ് ഓൺ നീഡ്സ്. എന്താണ്? ആവശ്യത്തിന് സ്റ്റാഫുകൾ, ജീവനക്കാര് ഉണ്ടായിരിക്കുക. ഓരോ ഏരിയയിലും ഒരു ഫാർമസിയിലായിക്കോട്ടെ, റിസപ്ഷനിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും, ഇപ്പൊ ലാബിലായിക്കോട്ടെ, ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കുക. അഡ്വക്കേറ്റ് സീറ്റിംഗ് കപ്പാസിറ്റി. എന്താണ്? നമുക്ക് വരുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യന്റിന് ഇരിക്കാൻ ആവശ്യമായ സീറ്റിംഗ് ഉണ്ടായിരിക്കുക, കസേരകൾ ഉണ്ടായിരിക്കുക. എന്റർടൈൻമെന്റ് വിത്ത് TV. എന്താണ്? അവർക്ക് സമയം പോകാനായിട്ട് TV, മാഗസിൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ മെസ്സേജ് ത്രൂ ലീഫ്ലെറ്റ്, പോസ്റ്റേഴ്സ്, മാഗസീൻസ്, അങ്ങനെയുള്ള അവർക്ക് എന്റർടൈൻമെന്റ്, അവർക്ക് നേരം പോകാനുള്ള എന്തെങ്കിലും ഹെൽത്തിനെ സംബന്ധിച്ച പോസ്റ്റേഴ്സ്, മാഗസീൻസ്, ലീഫ്ലെറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. സ്ക്രീനിങ് ഓഫ് OP ബൈ അഡ്വക്കേറ്റ് മീൻസ് ആവശ്യത്തിനുള്ള. സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. എന്താണ്? നമ്മുടെ മെയിൻ ഡോക്ടേഴ്സിന്റെ തിരക്ക് കുറയ്ക്കാനായിട്ട്
ജൂനിയർ ഡോക്ടേഴ്സ്മാർ ഉണ്ടായിരിക്കും ഔട്ട് പേഷ്യന്റ് OP സെക്ഷനിൽ. അപ്പൊ എന്തായിരിക്കും, ഇപ്പൊ ജൂനിയർ ഡോക്ടർ ആ പേഷ്യന്റിനെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, സീനിയർ ഡോക്ടർക്ക് റെഫർ ചെയ്യുക. അപ്പൊ എന്താ ചെയ്യാൻ പറ്റും, ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ ഈ ജൂനിയർ ഡോക്ടർ തന്നെ മരുന്നുകൾ എഴുതി കൊടുത്ത് അവർ പറഞ്ഞയക്കാൻ സാധിക്കും. അപ്പൊ സീനിയർ ഡോക്ടർ റൂമിന്റെ മുമ്പിലുള്ള തിരക്ക് കുറയ്ക്കാനും പേഷ്യന്റിന് അധിക നേരം വെയിറ്റ് ചെയ്യാതിരിക്കാനും ഒക്കെ സഹായിക്കും ഇത്. Queuing theory is a specific and mathematical way of solving problem of overcrowding. ഈ ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സിസ്റ്റമാണ്. അതെന്ന് വെച്ചാല് ഇപ്പൊ ക്യൂ നിൽക്കുന്നതിന്റെ എണ്ണം കുറയ്ക്കാനായിട്ടും അവിടെ ഒരുപാട് തിരക്ക് വരാതിരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. അങ്ങനെയുള്ള തിയറീസ് കൊണ്ടുവരാം. അവോയ്ഡ് ക്യൂ ജമ്പിങ്, ദ ആക്ട് ഓഫ് ഗോയിങ് ahead of other people waiting in a line, something instead of waiting on one's turn. എന്താണ് അവോയ്ഡ് ക്യൂ ജമ്പിങ്? അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം ക്യൂ ജമ്പിങ്, ഒരാള് നിക്കടത്ത് നിന്ന് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് നിൽക്കാം, ഇടയിൽ കയറി നിൽക്കൂലേ, അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുക. ദ ആക്ട് ഓഫ് ഗോയിങ് ahead of other people waiting in a line, something instead of waiting one's turn. ഒരാൾക്ക് പകരം വേറൊരാള് ഇടയിൽ കയറി നിൽക്കുക, അതൊന്നും ഇല്ലാതിരിക്കുക. മെയിൻറ്റെയിൻ പങ്ക്ച്വാലിറ്റി. എന്താണ് പങ്ക്ച്വാലിറ്റി കൊണ്ട് ഉണ്ടാവണം? അപ്പൊ ഡോക്ടേഴ്സ് വരേണ്ട ടൈമിൽ കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കും. അപ്പൊ ഡോക്ടേഴ്സ് വരേണ്ട ടൈമിൽ ഡോക്ടേഴ്സ് വരാം. റിസപ്ഷൻ എപ്പോഴാണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ ടൈമിൽ റിസപ്ഷൻ ഓപ്പൺ ചെയ്ത് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫാർമസി എപ്പോഴാണോ മരുന്നുകൾ കൊടുത്തു തുടങ്ങേണ്ടത് ആ സമയത്ത് മരുന്നുകൾ കൊടുത്തു തുടങ്ങുക. അപ്പൊ എന്താ നമുക്ക് പങ്ക്ച്വാലിറ്റിയിൽ കൃത്യനിഷ്ഠമായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് കുറെ തിരക്കുകളും രോഗികളുടെ കാത്തിരിപ്പൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ് എന്ന് വെച്ചാല് പരാതികൾ പരിഹരിക്കല്. ഇപ്പൊ പേഷ്യന്റിനായിക്കോ എന്തെങ്കിലും പരാതികളോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക. പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, നല്ല രീതിയിലുള്ള ശരിയായ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം കൊണ്ടുവരിക. ഏതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ടു സോൾവ് ഈ പ്രോബ്ലംസ്? സ്പെസിഫിക് പ്രോബ്ലംസും ജനറൽ പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? അഡ്യൂക്കേറ്റ് ഡയറക്ഷണൽ സൈൻ, ഓരോ ഏരിയയിലും അത് എവിടേക്കാണെന്നുള്ളത് ദിശ കാണിക്കുന്ന സൈൻ ബോർഡ് ഉണ്ടായിരിക്കുക. ക്വിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻ ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് കീപ്പിംഗ് ഫോർ ക്വിക്ക് റിട്രീവൽ. എന്താണ് രജിസ്ട്രേഷനും റെക്കോർഡ് സൂക്ഷിക്കുന്നതിനായിട്ടും റെക്കോർഡ് ആവശ്യമെങ്കിൽ റിട്രീവ് ചെയ്യാൻ നമുക്ക് വീണ്ടും പരിശോധിക്കുന്നതിനായിട്ടും എന്താണ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഉണ്ടായിരിക്കുക. മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ സോൺ, ഒന്നിലധികം ഫീസ് കളക്ട് ചെയ്യുന്ന ഏരിയാസ് ഉണ്ടായിരിക്കുക. ചില ഏരിയയിൽ മൾട്ടിപർപ്പസ് ആയിരിക്കും, ഒന്നിലധികം കാര്യങ്ങൾക്ക് നമുക്ക് ആ ഏരിയയിൽ ഫീസ് അടക്കാൻ പറ്റും. അങ്ങനെയുള്ള സിസ്റ്റം ഉണ്ടായിരിക്കുക. അഡ്യൂക്കേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആസ് പെർ പേഷ്യന്റ് വോളിയം, പേഷ്യന്റിന്റെ എണ്ണത്തിനനുസരിച്ച് അവർക്കുള്ള റേഷ്യോയില് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കുക. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം എന്താണ്, വരുന്നിരിക്കുന്ന വെയിറ്റ് ചെയ്യുന്ന പേഷ്യന്റിന് ടോക്കൺ എത്രയായി എന്നറിയാനായിട്ട് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടായിരിക്കുക. മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്, സ്റ്റാഫിംഗ് ഡം ബേസ്ഡ് ഓൺ നീഡ്സ്. എന്താണ് മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ, രക്തശേഖരണത്തിനായി ഒന്നിലധികം ഏരിയാസ് ഉണ്ടായിരിക്കുക. ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് അതായത് സ്കാനിങ്, എക്സ്റേ, ECG, അത് ഒന്നിലധികം, പ്ലാസ്റ്റർ റൂം, അങ്ങനെയൊക്കെ വേറെ വേറെ ഉണ്ടായിരിക്കുക. സ്റ്റാഫിംഗ് ഡം ബേസ്ഡ് ഓൺ നീഡ്സ്, എന്താണ് ഓരോ ഏരിയയിലും ആവശ്യമായ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കുക. അഡ്യൂക്കേറ്റ് സീറ്റിംഗ് കപ്പാസിറ്റി, എന്താണ് OP സെക്ഷനിൽ വരുന്ന രോഗികൾക്ക് വെയിറ്റ് ചെയ്തിരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കുക. അവർക്ക് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നേരം പോകുന്നതിനായിട്ട് എന്റർടൈൻ ചെയ്യാനായിട്ട് TV, മാഗസീൻസ്, നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പോസ്റ്റേഴ്സ്, മാഗസീൻസ്, അങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞാലേ നമ്മുടെ ഫാർമസിയുടെ വെയിറ്റിംഗ് ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത്, അങ്ങനെയുള്ളത് ഉണ്ടായിരിക്കുക. സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്, ജൂനിയർ ഡോക്ടറിന്റെ സ്ക്രീനിങ്, ജൂനിയർ ഡോക്ടർ രോഗികളെ പരിശോധിക്കാൻ ഉണ്ടായിരിക്കുക. ക്യൂയിങ് തിയറി ഈസ് എ സയന്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ വേ ഓഫ് സോൾവിംഗ് പ്രോബ്ലം ഓഫ് ഓവർ ക്രൗഡിങ്. എന്താണ് ക്യൂയിങ് തിയറി കൊണ്ടുവരിക? അതെന്തിനാ?
ക്യൂ നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് വല്ല തിരക്കുകളും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്യുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ക്യൂൺ തിയറി കൊണ്ടുവരും. അവോയ്ഡ് ക്യൂ ജമ്പിങ്, ഒരാള് ഫ്രണ്ടിൽ കയറി നിൽക്കുക, അങ്ങനെയുള്ളതൊന്നും ഇല്ലാതിരിക്കുക. മെയിൻറ്റെയിൻ പങ്ക്ച്വാലിറ്റി, എല്ലാവരും എല്ലാ ഏരിയയിലുള്ള ഒരു ഏരിയയിലെ ആളുകൾ മാത്രം റിസപ്ഷനിലുള്ള ആളുകൾ മാത്രം ശ്രദ്ധിച്ചാൽ കറക്റ്റ് കൃത്യനിഷ്ഠയായിട്ട് വന്നാൽ പോരാ. എന്താണ്, ഡോക്ടേഴ്സ് വരണം, അവിടുത്തെ നേഴ്സുമാര് വരണം, ഫാർമസിയിലെ ആളുകൾ വരണം, ലാബിലുള്ള ആളുകൾ എല്ലാവരും എന്താണ് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുക. റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ്, എന്താണ് പ്രശ്നപരിഹരണം. രോഗിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, നല്ല രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ടായിരിക്കുക. ക്ലിയർ ആയത്? മെത്തേഡ്സ് ടു സോൾവ് ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എടുക്കാൻ. നെക്സ്റ്റ്, ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ എൻ OPD. OPD-യിലെ എന്തൊക്കെ റെക്കോർഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക? എന്തൊക്കെ ക്ലിനിക്കൽ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും? എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക? എന്താണ് OPD രജിസ്ട്രേഷൻ ഫോം അല്ലേ? എന്താണ് OP-യിൽ വരുന്ന പേഷ്യൻസിന് എന്ത് വേണം? ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ടായിരിക്കില്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മുടെ പേര്, ഏജ്, ഏത് പേഷ്യന്റിനാ, ഏത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്യേണ്ടത്, നമ്മുടെ സ്ഥലം എവിടെയാണ്, മൊബൈൽ നമ്പർ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എഴുതിങ്ങാട്ട് ഇല്ലേ? ഏജ്, സെക്സ്, അതൊക്കെ ചോദിച്ചിങ്ങാട്ട് ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും. നമ്മൾ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ റിസപ്ഷനിന് ആ ഫോം ഫില്ല് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്ത് തരാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ടായിരിക്കും. അഡ്മിഷൻ ഫോം, ഇപ്പൊ ആ ഒരു പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് ഒരു അഡ്മിഷൻ ഫോം കൊടുക്കും. അതിലെന്താണ് പേഷ്യന്റിന്റെ ID നമ്പർ, ആരാണോ ആൾക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്നത്, ആളുടെ നെയിം, അതൊക്കെ എഴുതാനൊക്കെ ഉണ്ടാവും. മെഡിക്കേഷൻ റെക്കോർഡ്, എന്താണ് ഈ രോഗിക്ക് എന്തൊക്കെ മെഡിസിൻസ് ആണ് പ്രിസ്ക്രൈബ് ചെയ്ത്, നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ റെക്കോർഡ് ഫയൽ, അതാണ് മെഡിക്കേഷൻ റെക്കോർഡ്. ട്രീറ്റ്മെന്റ് റെക്കോർഡ്, അതായത് നമുക്ക് എന്തെങ്കിലും സ്കാനിങ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും എന്തൊക്കെ മെഡിസിൻസ് തന്നിട്ടുണ്ട്, അങ്ങനെ എന്ത് അസുഖമാണ്, അങ്ങനെ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എഴുതിയ റെക്കോർഡ്. ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ്, ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡിൽ എന്തൊക്കെയായിരിക്കും പെടുന്നത്? സ്കാനിങ്, പിന്നെ വല്ല ബ്ലഡോ യൂറിനോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതെല്ലാം ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡിലാണ് വെക്കുന്നത്. പിന്നെ കൺസെന്റ് ഫോം, കൺസെന്റ് ഫോം എന്ന് പറഞ്ഞാല് സമ്മതപത്രം, അതൊക്കെ എന്ത് ചെയ്യും? ഈ OPD-യിൽ ഉണ്ടാവും. എന്നുവെച്ചാൽ ഇപ്പൊ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും സർജറി ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റ്, എന്തെങ്കിലും സ്കാനിങ് ചെയ്യണം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം നമ്മളെ കൊണ്ട് മിക്കവാറും സർജറിക്കൊക്കെ ആയിരിക്കും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിക്കും? ഒരു കൺസെന്റ് ഫോം, അതായത് സമ്മതപത്രം ഒപ്പിടിച്ച് വാങ്ങൂലേ, അതാണ് കൺസെന്റ് ഫോം. OPD രജിസ്റ്റർ, എന്തൊക്കെയാണ് ക്ലിനിക്കൽ റെക്കോർഡ്സിൽ സൂക്ഷിക്കുന്നത്? ക്ലിനിക്കൽ റെക്കോർഡ്സിന് OPD-യിലുള്ളത് അഡ്മിഷൻ, OPD രജിസ്ട്രേഷൻ ഫോം, അഡ്മിഷൻ ഫോം, മെഡിക്കേഷൻ റെക്കോർഡ്, ട്രീറ്റ്മെന്റുമായി സംബന്ധിച്ച റെക്കോർഡ്, പിന്നെ എന്തെങ്കിലും സ്കാനിങ്ങോ എക്സ്റേയോ ECG-യോ ബ്ലഡ് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ്, പിന്നെ സമ്മതപത്രത്തിനുള്ള ഫോംസ് ഒക്കെ അവിടെ ഉണ്ടാവും. Every hospital must maintain the medical record relating to his or her ഇൻഡോർ പേഷ്യന്റ്, എല്ലാ ഇൻഡോർ പേഷ്യന്റിന്റെയും എന്റെയും മെഡിക്കൽ റെക്കോർഡ്സ് ആരായാലും അവരുടെ റെക്കോർഡ്സ് എന്തുണ്ടാവും? അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവും. ഓർ എ പീരീഡ് ഓഫ് 3 years ഫ്രം ദി ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ദി ട്രീറ്റ്മെന്റ്. എന്താണ് ഒരു പേഷ്യന്റ് അവരുടെ ഫയൽ എന്നാണ് ഓപ്പൺ ചെയ്തത് അതുമുതൽ 3 വർഷം വരെ ആ റെക്കോർഡ് ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. എന്നാൽ 3 വർഷം വരെയുള്ള ഡീറ്റെയിൽസ് അതിലുണ്ടാവും ആ റെക്കോർഡില്, മെഡിക്കൽ റെക്കോർഡ്സിൽ. ആ പേഷ്യന്റ് ആ ഫയൽ ഓപ്പൺ ചെയ്ത് 3 വർഷം വരെയുള്ള ഡീറ്റെയിൽസ് അതിലുണ്ടാവും. ക്ലിയർ ആയോ? അത് ക്ലിനിക്കൽ റെക്കോർഡ്സ്. ഓക്കെ, എന്താണ് ഓരോ സെക്ഷൻ കഴിഞ്ഞിട്ട് ചോദിക്കണം. ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കല്ലേ, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലെന്ന് എനിക്ക് അറിയണ്ടേ, അതാണ് കേട്ടോ.
അപ്പൊ നിങ്ങൾ ആ സെക്ഷൻ കഴിയുമ്പോൾ തന്നെ പറയുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. നെക്സ്റ്റ് ഇതേനാ നമുക്ക് രജിസ്ട്രേഷൻ ഫോം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോ താഴെയുണ്ട്, നിങ്ങൾ എടുത്ത പ്രിന്റ് ഔട്ടിൽ ഉണ്ടാവും. ഒന്ന് നോക്കി നോക്കിയേ എന്തൊക്കെയുണ്ട്. പേഷ്യന്റ് ID നമ്പർ ഉണ്ട്, പിന്നെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, രജിസ്ട്രേഷൻ ഡേറ്റ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, occupation, date of birth, age, blood group, marital status, address, city, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തുണ്ടാവും ആ രജിസ്ട്രേഷൻ ഫോമിൽ ഉണ്ടാവും, രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ, OPD അസിസ്റ്റന്റ്. OPDയിലെ അസിസ്റ്റന്റ് എന്തൊക്കെ ജോബ് ഡിസ്ക്രിപ്ഷൻ, എന്തൊക്കെ ജോലികളാണ് ഉള്ളതെന്ന്. Arrangements of necessary instruments for OPD. OPDയിലെ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് ആണോ വേണ്ടത് അതിന്റെയൊക്കെ അറേഞ്ച്മെന്റ്, അതൊക്കെ നല്ല രീതിയിൽ OPDയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ഇല്ലേ, OPDയിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ്, എന്തൊക്കെ ഇതാണ് വേണ്ടതെന്ന് പഠിച്ചില്ലേ. ഇൻസ്ട്രുമെന്റ്സ് എന്താണ്, IV സെറ്റ്, ട്രാങ്കിയോസ്റ്റമി, ഇൻസ്ട്രുമെന്റ് ട്രോളി, പിന്നെ എന്തുണ്ടാവും കൂടാണ്ട് BP അപ്പാരറ്റസ് ഉണ്ടാവും, പോർട്ടബിൾ എക്സ്റേ ഉണ്ടാവും, പിന്നെ എന്താണ് നെബുലൈസർ ഉണ്ടാവും, പൾസ് ഓക്സിമീറ്റർ ഉണ്ടാവും. ഇതൊക്കെ ഒരു OPയിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഡയറക്റ്റിംഗ് പേഷ്യന്റ് ഫ്രം വൺ പ്ലേസ് ടു അതർ പ്ലേസ് ഇൻസൈഡ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഒരു പേഷ്യന്റിന് പോണെങ്കിൽ അവർക്ക് അതിനുള്ള പറഞ്ഞു കൊടുക്കുക എങ്ങോട്ടാണ്. ഇപ്പൊ ഒരു പേഷ്യന്റ് ഡോക്ടറെ കണ്ടപ്പോ ആൾക്ക് എന്താണ് നെക്സ്റ്റിലല്ലേ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ വരുന്നത്. ഇത് ജസ്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ് അല്ലേ. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാട്ടോ. അത് ഡയറക്റ്റിംഗ് പേഷ്യന്റ് ഫ്രം വൺ പ്ലേസ് ടു അതർ പ്ലേസ് ഇൻസൈഡ് ദി ഹോസ്പിറ്റൽ. എന്താണ് ഹോസ്പിറ്റലിൽ ഇപ്പൊ പേഷ്യന്റ് ഡോക്ടറെ കണ്ടിട്ട് പറയണേ എക്സ്റേ അല്ലെങ്കിൽ ECG എടുക്കാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ നേഴ്സ് എന്ത് ചെയ്യും, ഡോക്ടറെ ഹെൽപ്പ് ചെയ്യണം. മറ്റേ ഓക്സിലറി നേഴ്സ് എന്ത് ചെയ്യും, ഓക്സിലറി സ്റ്റാഫ് എന്ത് ചെയ്യും, ഡോക്ടർ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയും ഇന്ന ഏരിയയിലേക്ക് പോയാൽ മതി, അവിടെയാണ് സ്കാനിങ് റൂം. അവിടെ പോയി സ്കാനിങ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ തിരിച്ചു വരാപ്പോഴേക്കിനും നമുക്ക് റിസൾട്ട് ഡോക്ടർക്ക് വന്നിട്ട് ഡോക്ടർ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു തരാറില്ലേ. അപ്പൊ അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കുക എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ച്. ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്. എന്താണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലേക്ക് എന്താണ് ഫോറിനേഴ്സ്, ഒരുപാട് ഫോറിനേഴ്സ് വരുന്നുണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇല്ലേ. അപ്പൊ അവർക്ക് എന്താണ് ട്രാൻസ്ലേഷൻ ആവശ്യമാണ്. അവരുടെ ഇപ്പൊ അറബികൾ വരുന്നുണ്ട്, ഇംഗ്ലീഷുകാർ വരുന്നുണ്ട്. അപ്പൊ എന്താണ് അവർക്ക് ആവശ്യമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുക്കുക. എന്തൊക്കെ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച്. പാസിംഗ് കീസ് ഷീറ്റ് ടു ദി അതർ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഒരു രോഗിയുടെ ഡീറ്റെയിൽസ് അതല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും ഡോക്ടർ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഈ ഡോക്ടറുടെ ഈ പേഷ്യന്റിന്റെ കേസ് ഷീറ്റ് കൊടുക്കുക. അവരുടെ ഫയല് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണമെങ്കിൽ കൊടുക്കുക. എക്സ്പ്ലെയിനിങ് ബേസിക് ഡീറ്റെയിൽസ്. എന്താണ് ആ പേഷ്യന്റിന് ബേസിക് ഡീറ്റെയിൽസ്. എന്തൊക്കെയായിരിക്കും ബേസിക് ഡീറ്റെയിൽസ്? ലൈക്ക് മെഡിസിന്റെ കാര്യങ്ങൾ, ഇങ്ങനെയാണ് കഴിക്കേണ്ടത്, എത്ര ടൈമാണ് കഴിക്കേണ്ടത്, ഏത് അസുഖത്തിനുള്ള മെഡിസിൻസ് ആണ് എഴുതി തന്നത്, അങ്ങനെയുള്ളത്. ട്രീറ്റ്മെന്റ് ആൻഡ് റീസൺ ഫോർ വെയിറ്റിംഗ്. ഇപ്പൊ ഒരുപാട് നേരം അവർ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്, അതൊക്കെ പറഞ്ഞു കൊടുക്കുക ടു ദി പേഷ്യന്റിന്. അസിസ്റ്റ് ടു ഓപ്പൺ ന്യൂ മെഡിക്കൽ റെക്കോർഡ്. ഇപ്പൊ വേറെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് അവിടെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, അതിനെ അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക. OPDയിലെ അസിസ്റ്റന്റ് എന്ത് എടുക്കുക, പുതിയ ഫയലൊക്കെ തുടങ്ങേണ്ടി വരുമ്പോ ജസ്റ്റ് അത് അവരെ സഹായിച്ചു കൊടുക്കുക. എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എന്താണ് കസ്റ്റമറിന്റെ തൃപ്തിക്ക് മുൻതൂക്കം കൊടുക്കുക. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് മുൻതൂക്കം കൊടുക്കുക. എന്താണ് കസ്റ്റമേഴ്സിന് പ്രോബ്ലംസോ അവർക്ക് എന്തെങ്കിലും
ഇതൊന്നുമില്ലാതെ ഇരിക്കാം. Job description, OPD assistance, arrangements of necessary instruments for OPD. OPD-യിലേക്ക് ആവശ്യമായ ഇൻസ്ട്രുമെന്റ്സ്, സാധനങ്ങൾ അറേഞ്ച് ചെയ്യുക. IV സെറ്റ്, മറ്റേ മോണിറ്റർ, അങ്ങനെയുള്ള മറ്റേ പൾസ് ഓക്സിമീറ്റർ, നെബുലൈസർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഡയറക്റ്റിംഗ് പേഷ്യന്റ് ഫ്രം വൺ പ്ലേസ് ടു അതർ പ്ലേസ് ഇൻസൈഡ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാനുള്ള ഡയറക്ഷൻസ് കാണിച്ചു കൊടുക്കുക. എന്താണ്, ഇപ്പൊ ഡോക്ടർ റൂമിന് അവർക്ക് എന്താണ് സ്കാനിങ്ങിന് പോകണം, അതല്ലെങ്കിൽ ലാബിലോട്ട് പോകണം. അപ്പൊ അവിടത്തുള്ള ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുക, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്, എന്തെങ്കിലും ആവശ്യമെങ്കിൽ മാത്രം വരുന്ന പേഷ്യന്റിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തർജ്ജമ ചെയ്ത് കൊടുക്കുക, എന്താണ് അവരുടെ ഭാഷയിലേക്ക്. ഇപ്പൊ ഇംഗ്ലീഷുകാരാണ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അറബികളാണെങ്കിൽ അറിയുമെങ്കിൽ അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ അതിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ആവശ്യമെങ്കിൽ മാത്രം. പാസിംഗ് കേസ് ഷീറ്റ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്, എന്താണ് വേറെ ഇപ്പൊ ഒരു ഡോക്ടർ കണ്ടിട്ട് വേറെ ഏതെങ്കിലും ഡോക്ടർക്ക് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഈ പേഷ്യന്റിന്റെ പ്രിസ്ക്രിപ്ഷൻ ചിട്ട അല്ലെങ്കിൽ ഫയല് മറ്റേ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർക്ക് എത്തിച്ചു കൊടുക്കുക. എക്സ്പ്ലെയിനിങ് ബേസിക് ഡീറ്റെയിൽസ് ടു ദി പേഷ്യന്റ്, എന്തൊക്കെയാണ് മെഡിസിനെ കുറിച്ച്, ട്രീറ്റ്മെന്റിനെ കുറിച്ച്, എന്തെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസണെ കുറിച്ചൊക്കെ ഈ പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കുക. അസിസ്റ്റ് ടു ഓപ്പൺ ന്യൂ മെഡിക്കൽ റെക്കോർഡ്, എന്താണ് പുതിയ റെക്കോർഡ് വല്ലതും ഓപ്പൺ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിന് അസിസ്റ്റ് ചെയ്യുക. എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, എന്താണ് ഇവരുടെ ഡ്യൂട്ടി, കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ, തൃപ്തിയാണ് തൃപ്തിക്ക് മുൻതൂക്കം കൊടുക്കുക. എന്താണ് വരുന്ന കസ്റ്റമറിന് കംപ്ലൈന്റ് ഒന്നും ഇല്ലാതെ അവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് വേണം എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് പോവാനായിട്ട്. ഇതൊക്കെ OPD അസിസ്റ്റന്റിന്റെ ജോലികളാണ്. ക്ലിയർ ആയോ ഇത്? ഓക്കെ. നെക്സ്റ്റ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ കുറിച്ചാണ് അടുത്ത പറയാൻ. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആരായിരിക്കും? അവിടേക്ക് വരുന്ന ഒരു വീട്ടിലേക്കാണെങ്കിൽ ആരായിരിക്കും അവിടുത്തെ ഗസ്റ്റ്? അവിടേക്ക് വരുന്ന അതിഥികള്, വിരുന്നുകാര് അല്ലെ. ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ അവിടെ ആരായിരിക്കും? പേഷ്യൻസ് ആയിരിക്കും അല്ലെ അവിടുത്തെ ഗസ്റ്റ്. അപ്പൊ ആ വരുന്ന പേഷ്യന്റിനെ അല്ലെങ്കിൽ VIP പേഷ്യന്റ് ഉണ്ടെങ്കിൽ അവരൊക്കെ സ്വീകരിക്കുന്ന ആളാണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ഓൾസോ നോൺ ആസ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസറിനെ പറയുന്ന മറ്റു പേരുകളാണ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. ആരാണ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്? ഈസ് എ കസ്റ്റമർ സർവീസ് സെന്റേർഡ് എംപ്ലോയി ഹു എസെൻഷ്യലി ഗ്രീറ്റ്സ്. എന്താണ് അവര് ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അങ്ങനെയുള്ള ആളുകളാണ് ഫുള്ളി സർവീസ് സെന്റേർഡ് എംപ്ലോയി ആയിരിക്കും. കസ്റ്റമറിന്റെ സർവീസ് മാത്രമായിരിക്കും അവര് ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പൊ സ്കൂളുകളിലാണെങ്കിൽ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്? ഫുള്ളി ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് ആണ്. എങ്ങനെയാണ്? ടീച്ചറാണോ സെന്റർ ചെയ്യണേ? പണ്ട് എന്താ ലെക്ചർ മെത്തേഡ്, ടീച്ചർ സെന്റേർഡ് ആണ്. ടീച്ചറാണ് പറഞ്ഞു കൊടുക്കുന്നത്. ടീച്ചർ ഇങ്ങനെ ലെക്ചറിങ് ത്രൂ ക്ലാസ് എടുക്കും. ഇപ്പൊ എങ്ങനെയാണ്? കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുത്ത് അവര് കോപ്പറേറ്റീവ് ലേണിംഗ് അവരെ ഒന്നിച്ചിരുത്തി കളിപ്പിച്ച് അങ്ങനെയൊക്കെയല്ലേ ഇപ്പൊ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് കുട്ടികളെ കുട്ടികളെയാണ് അവരുടെ മുൻതൂക്കം കൊടുക്കുന്നത്. അതേപോലെ ഈ കസ്റ്റമർ റിലേഷൻ ഓഫീസർ എന്താണ് അവിടെ വരുന്ന കസ്റ്റമർ അത് ആരായിരിക്കും? പേഷ്യൻസ് ആയിരിക്കും. ഹോസ്പിറ്റലിൽ വരുന്ന കസ്റ്റമർ ആരാ? പേഷ്യൻസ് ആണ്. അവരെ ഫോക്കസ് ചെയ്ത് അവരുടെ തൃപ്തി ഫുൾ സാറ്റിസ്ഫാക്ഷൻ നോക്കിയിട്ടാണ് ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ജോലി. അതിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണെന്ന്, ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ്
ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് വരുന്നതെന്ന്. എന്തൊക്കെയാണ്? ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവ് ആർ അവൈലബിൾ ടു അസിസ്റ്റ് patient and families by answering questions, explaining hospital policies, customer service, and helping to resolve issues related to hospital service. കസ്റ്റമർ റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻ കോർഡിനേറ്റർ ആണ് ഒരു പേഷ്യന്റിനെ അസിസ്റ്റ് ചെയ്തിട്ട് അവരുടെ അണ്ടറിൽ അസിസ്റ്റ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫാമിലീസിനെ അസിസ്റ്റ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക. പിന്നെ ഹോസ്പിറ്റലിലെ പോളിസീസ്, പദ്ധതികള്, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പുതിയ നിയമങ്ങളുണ്ട് അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ കസ്റ്റമർ സർവീസ്, ഹോസ്പിറ്റലിലെ കസ്റ്റമർ സർവീസിനെ കുറിച്ചും പിന്നെ അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെ തരം ട്രീറ്റ്മെന്റുകളുണ്ട് എന്നതിനെ കുറിച്ച്, പിന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന പേഷ്യന്റിന് അതല്ല വരുന്ന ഗസ്റ്റിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ആരാണ്? ഈ ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവ് ആണ്. ടോട്ടൽ ആയിട്ട് പറഞ്ഞ വരുന്ന പേഷ്യൻസിന്റെ ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് ഒരു കംപ്ലൈന്റ്സോ ഹോസ്പിറ്റലിനെ കുറിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഇല്ലാതെ അവര് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് അവര് ഹോസ്പിറ്റലിൽ എൻറ്റർ ചെയ്തിട്ട് എക്സിറ്റ് ആവണവരെ അവരുടെ ഡ്യൂട്ടി അവരെ അസിസ്റ്റ് ചെയ്യും. അവരണ്ടറിൽ നിന്നിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക. Attend to enquiries requested by the guest, customer or foreign patients regarding facilities provided and everything else. എന്താണ് നമ്മ വരുന്ന കസ്റ്റമേഴ്സിന്റെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ഓർ ഫോറിൻ പേഷ്യൻസ്, നമ്മുടെ സാധാ പേഷ്യൻസും ഫോറിൻ പേഷ്യൻസും അന്യ നാടുകളിൽ നിന്ന് വരുന്നവരുടെ എന്താണ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റീസും ഹോസ്പിറ്റലിലെ എവറിത്തിങ് എൽസ്, എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു എന്തെങ്കിലും അവർക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ ആ വരുന്ന പേഷ്യന്റിന് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ അതിനെ കുറിച്ചെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അറ്റൻഡ് ടു എൻക്വയറി, എന്താണ് അവർ എൻക്വയറി ചെയ്യുന്നത്? പേഷ്യന്റ് റിക്വസ്റ്റഡ് ബൈ ദ ഗസ്റ്റ് എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറീസ് നടത്തണമെങ്കിൽ അവർക്ക് അതിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുക്കുക. റിഗാർഡിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ആൻഡ് എവറിത്തിങ് എൽസ്, ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും. ചെക്ക് ഇഫ് അഡിക്വേറ്റ് വെൽക്കം ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ഫോർ എവരിവൺ ഹൂസ് arrival is on the list. എന്താണ് ഈ കസ്റ്റമർ റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ കോർഡിനേറ്റർക്ക് എന്തുണ്ടാവും? ഒരു ലിസ്റ്റ് ഉണ്ടാവും. എന്താണ് അന്ന് അവിടെ അതല്ലെങ്കിൽ അവരുടെ കയ്യിൽ അന്ന് രജിസ്ട്രേഷൻ ചെയ്ത ആളുകളുടെ ആ ലിസ്റ്റ് ഉണ്ടാവും. അതിനനുസരിച്ച് എന്ത് ചെയ്യുക? അവർക്ക് എല്ലാവർക്കും ആവശ്യമായ വെൽക്കം ഫെസിലിറ്റീസ് അവർക്ക് കയറുന്ന അല്ലെങ്കിൽ VIP ഗസ്റ്റ് വരുന്നവർക്ക് അല്ലെങ്കിൽ ഫോറിൻ ഗസ്റ്റുകൾക്കോ അവർക്ക് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും എല്ലാ വെൽക്കം ഫെസിലിറ്റീസും അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അറ്റൻഡ് ടു VIPs വിത്ത് മോർ അറ്റൻഷൻ, എന്താണ് VIP പേഷ്യൻസിന് നല്ല ശ്രദ്ധ കൊടുക്കുക. അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രോബ്ലംസും ഒരു കംപ്ലൈന്റ്സ് ഇല്ലാതെ അവരെ മോർ അറ്റൻഷൻ ആയിട്ട് എന്ത് ചെയ്യുക? അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മെയിൻറ്റെയിൻ എ പൊളൈറ്റ് ആൻഡ് ഹംബിൾ പേഴ്സണാലിറ്റി while attending to the guest, എന്താണ് നല്ലൊരു വിനയത്തോടെയും നല്ല മര്യാദയോടും കൂടി വേണം നമ്മുടെ ഗസ്റ്റിനെ നമ്മ സ്വീകരിക്കാനായിട്ടും വെൽക്കം ചെയ്യാനായിട്ടും അവര് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് നല്ല, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയാൻ നമ്മുടെ പേഷ്യൻസോ അല്ലെങ്കിൽ ഫോറിൻ ഗസ്റ്റ് പേഷ്യൻസോ അല്ലെങ്കിൽ VIP പേഷ്യൻസ് ആരായാലും അവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മ നേരെ തിരിച്ചടിച്ച് ദേഷ്യപ്പെടാം. അവർ പറയുന്നതൊന്നും ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ കൊടുക്കുക. അങ്ങനെയൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? അവർക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. നമുക്കാണെങ്കിൽ അങ്ങനെയല്ലേ? അങ്ങനെയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ അവരോട് പെരുമാറുക. പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓൾ ദ ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ബി പൊട്ടൻഷ്യലി ആസ്ക്ഡ് ഫോർ എലോങ് വിത്ത് ദ ഡോക്യുമെന്റ് നീഡഡ്.
എന്താണ് ഹോസ്പിറ്റലിൽ വരുന്ന കസ്റ്റമർക്ക് പേഷ്യന്റിന് ആവശ്യമായ രേഖകൾ കൊടുക്കുക, അല്ലെങ്കിൽ അവര് എന്തെങ്കിലും ആവശ്യപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വിവരങ്ങളുടെയും വിശദമായ രേഖകൾ കൊടുക്കുക. ഇപ്പൊ ചില പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ ചിലപ്പോ അവർക്ക് ആ ഹോസ്പിറ്റലിലേക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു എന്ന് വെച്ചാൽ ദൂരം കൂടുതലോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർക്ക് അന്ന് അവിടെ ചെയ്തിരിക്കുന്ന സ്കാനിങ് റിപ്പോർട്ടിന്റെ കോപ്പിയോ അതല്ലെങ്കിൽ ബ്ലഡ് റിസൾട്ടിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ഡോക്ടർ ഫയലിന്റെ കോപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടുമെങ്കിൽ മാത്രം അതിന്റെ ഡീറ്റെയിൽസ് വിവരങ്ങൾ കൊടുക്കുക. Take care of each and everything the guest might need and for to avoid a last minute rush. എന്താണ് ടേക്ക് കെയർ ഓഫ് ഈച്ച് ആൻഡ് എവറിത്തിങ് ദ ഗസ്റ്റ് മൈറ്റ് നീഡ് ആൻഡ് ഫോർ. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഗസ്റ്റിന്റെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ആവശ്യങ്ങളും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കെയർ ഒക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക. ടു അവോയ്ഡ് എ ലാസ്റ്റ് മിനിറ്റ് റഷ്. എന്താണ് ചില സമയത്ത് പോകാൻ നേരത്ത് തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ബ്ലഡ് റിസൾട്ട് കിട്ടാനോ അല്ലെങ്കിൽ ഫാർമസിയിൽ നിന്ന് മരുന്ന് കിട്ടാനോ അല്ലെങ്കിൽ റഷ് വരാതെ ശ്രദ്ധിക്കുക. Check the amenities of their quality and proper provision to leave no ground floor complaints. എന്താണ് ഈ പേഷ്യന്റിന് എന്തെങ്കിലും പരാതികൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെയും ഇൻവെസ്റ്റിഗേഷന്റെ ഗുണനിലവാരവും പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക. ഗ്രൗണ്ട് for complaints. Check the amenities for their quality and proper provision to leave no ground for complaint. എന്താണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഈ പേഷ്യന്റ് തിരിച്ചു പോകും ഒരു രീതിയിലുള്ള കംപ്ലൈന്റ്സ് ഒരു പരാതികൾ പറയാത്ത വിധം അവർക്ക് വേണ്ട ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റുകളും വ്യവസ്ഥകളും എല്ലാ കാര്യങ്ങളും ഇപ്പൊ ലാബിലാണെങ്കിലും ഫാർമസിയിലാണെങ്കിലും ഡോക്ടേഴ്സിന്റെ റൂമിലാണെങ്കിലും അങ്ങനെ ഒരു പരാതികളും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ഉള്ള ക്വാളിറ്റി ഉള്ള സർവീസ് അവർക്ക് കൊടുക്കുക. എൻഷുർ മെയിൻറ്റെയിൻസ് ഓഫ് പ്രോപ്പർ ഇൻഫർമേഷൻ ഇൻ ദ ഡാറ്റാബേസ്. എന്താണ് ഇവർക്ക് ഈ വരുന്ന പേഷ്യന്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഡാറ്റാബേസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും അവരുടെ പേര്, അവരുടെ സ്ഥലം, അമാനിറ്റീസ് എന്ന് പറഞ്ഞാല് സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ്. എൻഷുർ മെയിൻറ്റെയിൻസ് ഓഫ് പ്രോപ്പർ ഇൻഫർമേഷൻ ഇൻ ദ ഡാറ്റാബേസിൽ എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ഡാറ്റാബേസ് ഉണ്ടാവും. അപ്പൊ അതിലായിരിക്കും ഇവരുടെ ഡീറ്റെയിൽസ് കയറ്റുന്നത്. അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ നടത്തിക്കൊണ്ടുപോകുക. എന്താ ഇപ്പൊ വരുന്ന പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഒന്നും വിട്ടുപോകാതെ നല്ല രീതിയിൽ എന്താ ഇപ്പൊ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ആയാലും ഡോക്ടർ മെഡിക്കൽ റെക്കോർഡിംഗ് ആയാലും പിന്നെ ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ് ആയാലും അങ്ങനെ എല്ലാം വിട്ടുപോകാതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. വർക്കിംഗ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ മാനേജർ ആൻഡ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം വെനെവർ നീഡഡ്. എന്താണ് ഈ ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ നമ്മുടെ ആ ഹോസ്പിറ്റലിന്റെ മാനേജറുമായി നല്ല ക്ലോസ് കോണ്ടാക്ട് ഉണ്ടായിരിക്കുകയാണ്. എന്ത് ഈ വർക്ക് കോർഡിനേറ്റർക്ക് ഈ റിലേഷൻ ഗസ്റ്റ് കോർഡിനേറ്റർക്കോ അതല്ലെങ്കിൽ മാനേജർക്കോ എപ്പോ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്ന് ഒരു VIP ഗസ്റ്റ് വന്ന് അതല്ലെങ്കിൽ ഒരു ഫോറിൻ പേഷ്യന്റ് വന്ന് അപ്പൊ അവരെ പെട്ടെന്ന് സ്വീകരിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അങ്ങനെയെങ്കിലും പെട്ടെന്ന് വന്നാല് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യാൻ പറ്റണമെന്ന് അവരും നല്ല ഗുഡ് റിലേഷൻ ആയിരിക്കണം, ക്ലോസ് കോണ്ടാക്റ്റിലായിരിക്കണം. എപ്പോഴും ഹാവ് എ ത്രൂ നോളജ് ഓഫ് ഹോസ്പിറ്റൽ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷനിങ്. എന്താണ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ആയിട്ടുള്ളതും മെഡിക്കൽ അല്ലാത്തതുമായ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് അവർക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചായാലും അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചായാലും അവർക്ക് എന്താണ് നല്ലൊരു അറിവുണ്ടായിരിക്കുന്നത് ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക്. എന്നാൽ മാത്രമല്ലേ വരുന്ന പേഷ്യൻസിനായാലും വരുന്ന ഗസ്റ്റിനായാലും ഈ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അവർക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ
റിസപ്ഷനിലെ ഫോർമാലിറ്റീസ് എന്താണ്, രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ലാബിൽ എങ്ങനെയാണ്, അങ്ങനെ എല്ലാം മെഡിക്കൽ ആയിക്കോട്ടെ നോൺ മെഡിക്കൽ അല്ലാത്തതായിക്കോട്ടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും അവർക്ക് എന്താണ് കൃത്യമായ ഒരു അറിവുണ്ടായിരിക്കുക, നോളജ് ഉണ്ടായിരിക്കണം. ഈ ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവ്സിന് എന്തൊക്കെയാണ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്ററിന്റെ job responsibilities? Guest relation representatives are available to assist patients and families by answering. Guest relation of representative പേഷ്യന്റിന്റെയാലും അവർ ഫാമിലിയെ അസിസ്റ്റ് ചെയ്യുക, സഹായിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ചോദ്യത്തിന് എന്തെങ്കിലും മറുപടി കിട്ടാനുണ്ട്, അവർക്ക് എന്തെങ്കിലും അവിടുത്തെ എന്തെങ്കിലും ഫെസിലിറ്റീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കുറിച്ചോ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കിട്ടാനുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോളിസി നിയമങ്ങളോ എന്തെങ്കിലും പ്രത്യേക പദ്ധതികളോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ എന്തുണ്ടാവും, ഇൻഷുറൻസ് ഉണ്ടാവും, അത് എല്ലാ ഇൻഷുറൻസും അവിടെ നമുക്ക് കിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ കുറിച്ച്, കസ്റ്റമർ സർവീസിനെ കുറിച്ച്, പിന്നെ എന്താണ് ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ആ പേഷ്യന്റിന് എന്തെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാൻ സഹായിച്ചു കൊടുക്കുക. അറ്റൻഡ് to enquiries requested by guests regarding facilities provided and everything else. എന്താണ് ഈ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നതിനെ കുറിച്ചുള്ള അറിവ് അവർക്ക് അതിനുള്ള അറിവ് കൊടുക്കുക. Check if adequate welcome facilities are available for everyone whose arrival is on the list. ലിസ്റ്റിലുള്ള എല്ലാ ആളുകൾക്കും ആവശ്യമുള്ള വെൽക്കം ഫെസിലിറ്റീസ്, ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് അവർ ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. അറ്റംപ്റ്റ് ടു VIPs with more attention. VIP പേഷ്യന്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ എന്തുവരും, മന്ത്രി അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും VIPs വരും. അപ്പൊ അവർക്ക് നല്ല രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കുക. മെയിൻറ്റെയിൻ എ പൊളൈറ്റ് ആൻഡ് ഹംബിൾ പേഴ്സണാലിറ്റി വൈൽ അറ്റൻഡിങ് ടു ദ ഗസ്റ്റ്. എന്താണ് ഗസ്റ്റിനെ സ്വീകരിക്കുന്ന നേരത്തും അവർക്ക് എല്ലാ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നേരത്തും അവരുടെ കാര്യങ്ങളിലെല്ലാം അസിസ്റ്റ് ചെയ്യുന്ന നേരത്തും നല്ലൊരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുക. നല്ല രീതിയിൽ നല്ല വിനയത്തോടെയും ബഹുമാനത്തോടെയും നല്ല രീതിയിൽ അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. Provide a detailed description of all the information that can be potentially asked for along with the documents needed. എന്താണ് അവർ എന്തെങ്കിലും വിവരങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യമായ എല്ലാ രേഖകളും വിശദമായ വിവരങ്ങളും അവർക്ക് കൊടുക്കും. അവർ ചിലപ്പോൾ എന്ത് ചെയ്യാനും അവർക്ക് ECG എടുത്ത് അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്കാനിങ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും. ചിലവര് അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും, അതിന്റെ കോപ്പിയോ എന്തെങ്കിലും അവർക്ക് കൊടുക്കാൻ പറയും. അപ്പൊ അതൊക്കെ അവർക്ക് ആവശ്യമെങ്കിൽ അവർക്ക് നൽകുക. ടേക്ക് കെയർ ഓഫ് ഈച്ച് ആൻഡ് എവറിത്തിങ് ദ ഗസ്റ്റ് മൈറ്റ് നീഡ് ആൻഡ് ഫോർ. എന്താണ് ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ഒരു ഗസ്റ്റിന് അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നല്ല രീതിയിലുള്ള കെയർ, സംരക്ഷണം കൊടുക്കുക. ടു അവോയ്ഡ് എ ലാസ്റ്റ് മിനിറ്റ് റഷ്. ലാസ്റ്റ് അവർ പോകാൻ നേരത്തുണ്ടാവുന്ന തിരക്കിൽ നിന്ന് ഇപ്പൊ ഫാർമസിയിലോ അതിലെ ഡോക്ടറെ കണ്ടാലും എന്തെങ്കിലും ഇപ്പൊ അല്ലെങ്കിൽ ലാബിന് വരെ റിപ്പോർട്ട്സ് കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരെ അങ്ങനെയൊന്നും ഇല്ലാത്ത റഷൊക്കെ ഒഴിവാക്കി കൊടുക്കുക. Check the amenities for their quality and proper provision to leave no ground for complaints. എന്താണ് അവര് എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഒരു പരാതികളും പറയാത്ത വിധം അവരെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക. ഫെസിലിറ്റീസ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക. എൻഷുർ മെയിൻ്റെനൻസ് ഓഫ് പ്രോപ്പർ ഇൻഫർമേഷൻ ഇൻ ഡാറ്റാബേസ്. ഒരു പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഡാറ്റാബേസിൽ എല്ലാ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ സൂക്ഷിക്കുക, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. വർക്ക് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ മാനേജർ ആൻഡ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം വെനെവർ നീഡഡ്. എന്താണ് ആ ഹോസ്പിറ്റലിലെ മാനേജറുമായിട്ട് നല്ല ക്ലോസ് കോണ്ടാക്ട്, നല്ല രീതിയിലുള്ള കോണ്ടാക്ട് ഉണ്ടായിരിക്കുക. ഇപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക. Have a true knowledge of hospital, medical and non-medical departments and its functioning. ഇതാണ് ഈ ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവിനെ ഈ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ആയിക്കോട്ടെ
നോൺ മെഡിക്കൽ ആയിക്കോട്ടെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കുക. ഇപ്പൊ പേഷ്യന്റ് എന്തിനെ കുറിച്ച്, ഇപ്പൊ വരുന്ന ഗസ്റ്റ് എന്തിനെ കുറിച്ചാണ് ചോദിക്കാന്ന് അവർക്കൊരു ഐഡിയ ഉണ്ടാവില്ല. എല്ലാ കാര്യം അറിഞ്ഞാൽ മാത്രമല്ല അവർക്ക് ചോദിക്കുന്ന കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഫാർമസിയിലെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സ്കാനിങ് റൂമിലെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു കൊടുക്കണ്ടേ ഈ ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവ്സിന്. അപ്പൊ അതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ഇന്നിപ്പോ എന്തൊക്കെ എടുത്ത് മെത്തേഡ്സ് ടു സോൾവ്, എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മുടെ പ്രോബ്ലംസ് ഹോസ്പിറ്റലിലെ ജനറൽ ആയിക്കോട്ടെ സ്പെസിഫിക് ആയിക്കോട്ടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ്, ഏതൊക്കെ റെക്കോർഡ്സ് ആണ് ഇപ്പൊ നമ്മൾ ഫാർമസിയിൽ പഠിച്ചു അല്ലേ? എന്തൊക്കെ റെക്കോർഡ്സ് ആണ് റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റർ ആണ് ഫാർമസിയിൽ ഉള്ളത്. അതേപോലെ OPD-യില് എന്തൊക്കെ റെക്കോർഡ്സ് ആയിരിക്കും എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക് ആ ഏരിയ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ്സും രജിസ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവും. OPD-യിൽ എന്തായിരിക്കും? ഔട്ട് പേഷ്യന്റ് രജിസ്ട്രേഷൻ ഫോം വേണം. പിന്നെന്താണ്? അഡ്മിഷൻ ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെന്താണ്? ആ രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ്, അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ്, അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് റെക്കോർഡ്. പിന്നെന്താണ്? കൺസെന്റ് ഫോം, എന്തെങ്കിലും സമ്മതപത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ്, ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ്. OPD-യിലെ അസിസ്റ്റന്റിന്, OPD-യിലുള്ള ആളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണെന്ന്, അവരുടെ ഡ്യൂട്ടീസ് ജോലികൾ എന്തൊക്കെയാണെന്ന്, എന്താണ് ഇൻസ്ട്രുമെന്റ്സ്, എന്താണ് OPD-യിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ നോക്കിയേ ഒന്ന് ആലോചിക്കേ. OPD പോകുമ്പോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ എന്തൊക്കെ ഉണ്ടാവും? ട്രിപ്പ് ഇടാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യും? BP ചെക്ക് ചെയ്യാനായിട്ട് BP ഇതുണ്ടാവും. പിന്നെ എന്താണ്? വല്ല നെബുലൈസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും അതുണ്ടാവും. അങ്ങനെയുള്ള എല്ലാ കാര്യം. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ഡയറക്റ്റിംഗ് പേഷ്യന്റ് ഫ്രം വൺ പ്ലേസ് ടു അതർ പ്ലേസ് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റലിലെ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഡയറക്ഷൻ കൊടുക്കുക. വല്ല ട്രാൻസ്ലേഷനോ വല്ല ഫോറിൻ അങ്ങനെയുള്ള ആരെങ്കിലും വരണമെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ട്രാൻസ്ലേഷൻ കൊടുക്കുക. പിന്നെ എന്താണ്? ഒരു ഡിപ്പാർട്ട്മെന്റിന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ അവിടേക്ക് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർ ഫയൽ എത്തിച്ചു കൊടുക്കുക. എക്സ്പ്ലെയിനിങ് ബേസിക് നീഡ്സ്. എന്താണ്? പേഷ്യന്റിന് അവരുടെ ഡോക്ടറെ കണ്ടതിന് ശേഷം അതല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ബേസിക് ട്രീറ്റ്മെന്റിനെ കുറിച്ച്, മെഡിസിനെ കുറിച്ച്, എന്തെങ്കിലും കൂടുതൽ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന അതിന്റെ റീസൺ എന്താണെന്ന് അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. എന്താണ്? ഒരു പേഷ്യന്റിന്റെ അല്ലെങ്കിൽ വേറൊരു പുതിയ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യുക, അതിന് സഹായിക്കുക. എന്താണ്? പിന്നെ കൂടാതെ കസ്റ്റമറിന്റെ ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ. നെക്സ്റ്റ്, ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്താണെന്നും ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ് നെക്സ്റ്റ്. ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവ്സ് ആർ അവൈലബിൾ ടു അസ്. എന്താണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാല് പേഷ്യന്റിനെ അല്ലെങ്കിൽ ഫാമിലീസിനെ അസിസ്റ്റ് ചെയ്യുക. അവർക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫോർമേഷനും ഹോസ്പിറ്റലിനെ കുറിച്ച് ഉള്ള എല്ലാ ഇൻഫോർമേഷനും പറഞ്ഞു കൊടുക്കുക. പിന്നെ ഹോസ്പിറ്റലിൽ വരുന്ന ഗസ്റ്റിന് ആ ഹോസ്പിറ്റലിലുള്ള ഫെസിലിറ്റീസിനെ കുറിച്ചും സൗകര്യങ്ങളെ കുറിച്ചും പറഞ്ഞോട്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് നടത്തുന്നത്, എന്തൊക്കെ സ്കാനിങ് സെക്ഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഈച്ച് ആൻഡ് എവറിത്തിങ് പിന്നെ വരുന്ന പേഷ്യന്റ് ഗസ്റ്റിനുള്ള വെൽക്കം ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. VIP പേഷ്യൻസിന് ആവശ്യമായ അറ്റൻഷൻ കൊടുക്കുക. എന്താണ്? നല്ല രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുക. ഗസ്റ്റിനായിട്ട് പെരുമാറുമ്പോൾ ഗുഡ് പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുക. എന്താണ്? ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ആ പേഷ്യന്റിന് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇൻഫോർമേഷൻ എന്തെങ്കിലും റിപ്പോർട്ടുകളോ
എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് അത് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുക. പിന്നെ എന്താണ് ലാസ്റ്റ് മിനിറ്റിൽ അറസ്റ്റ് ഒഴിവാക്കുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മുടെ പേഷ്യന്റിന് ഒരു കംപ്ലൈൻസും ഇല്ലാതെ ഇരിക്കാനായിട്ട് ആദ്യം അവർ എൻ്റർ ചെയ്തത് മുതൽ എക്സിറ്റ് ആവുന്നവരെയും എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ അവര് ചെയ്തു കൊടുക്കുക. പിന്നെന്താണ് നമ്മുടെ മാനേജറുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. അവർക്ക് ആവശ്യമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കാര്യത്തിന് വിളിക്കേണ്ടതോ ആവശ്യമുണ്ടെങ്കിൽ റിലേഷൻ ഉണ്ടായിരിക്കുക. ഹോസ്പിറ്റലിലെ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചും നല്ല രീതിയിലുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കുക ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക്. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്തായാലും അതിന്റെ PDF എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. PDF അല്ല, പ്രിന്റ് ഔട്ട് കോപ്പിയോ പ്രിന്റ് ഔട്ടോ. ഇതൊന്ന് ആദ്യം മുതൽ ഒന്ന് നോക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാമെന്നത്. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്ട്രാ ഇപ്പൊ ഈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മുടെ ഫാർമസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു എക്സ്ട്രാ 10 ക്വസ്റ്റ്യൻസ് തരാട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്തിട്ട് എത്ര നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊക്കെ അപ്പൊ തന്നെ ചെയ്യേണ്ട, നിങ്ങൾ ചെയ്ത് നോക്ക്. ഇതിന്റെ PDF എങ്ങനെ എടുക്കാൻ പറ്റും? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ PDF, ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ലേ? അതിനകത്തില്ല, മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ നോക്കുമ്പോ കാണുന്നുള്ളൂ, അല്ല PDF റെക്കോർഡ് ക്ലാസ്സും കാണാം, അല്ല PDF ആയിട്ട് കാണുന്നില്ല. ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത്? PDF അതിൽ ആദ്യം കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ 20 ആ സമയത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, എല്ലാവരും പ്രിന്റ് എടുത്തിട്ടുണ്ടല്ലോ. ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ചോദിക്കട്ടാ, അഞ്ചില്ല 5 ആരെങ്കിലും എടുത്ത് ചോദിച്ചാൽ പറഞ്ഞേരെ. ആരെങ്കിലും ഗ്രൂപ്പിലില്ലേ? വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെന്നോ അവർക്ക്? ഇല്ല, വാട്സാപ്പ് ഗ്രൂപ്പിൽ വേറെ ഗ്രൂപ്പിലൊന്നും ഇല്ലല്ലോ. ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരും പിന്നൊന്നും പറഞ്ഞില്ല. ആരെങ്കിലും ചോദിച്ചു പറഞ്ഞുതരും. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഗ്രൂപ്പ് ഉണ്ട്. ആരാ ഗ്രൂപ്പിൽ ഇല്ലാത്തത്? ആര പേരാ? ഷംസീന. ഷറഫീന. ഷാനിബ. ഞാൻ ഇല്ല ഗ്രൂപ്പില്. ഷാനിബ നോട്ട് ചെയ്തോ? ഞാനും ഇല്ല മാം, എന്നെ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ നമുക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സും കൂടെ കഴിയുമല്ലോ, അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ആരൊക്കെ ഇല്ലാത്തതെന്ന് വെച്ചാൽ അവരുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് ഗ്രൂപ്പിലൊന്ന് ആഡ് ചെയ്തിട്ട് അഡ്മിൻ ആരാണെന്ന് വെച്ചാൽ അവരൊന്ന് ആഡ് ചെയ്തിട്ടാ. അപ്പൊ അവർക്കൊന്നും കിട്ടുമല്ലോ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ. PDF വേണമെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്താൽ മതി, അതിലുണ്ടല്ലോ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിനെ സംബന്ധിച്ചോ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ ഡിസ്കസ് ചെയ്യാലോ. മിസ് എന്നെ ആഡ് ചെയ്യണേ, എന്റെ പേര് ഷെമി സുനിൽ എന്നാണ്. ഗ്രൂപ്പിലുള്ളവർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോട്ടെ, അഡ്മിൻ ആരെന്ന് വെച്ചാ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷം ഒരു 12:30 നിങ്ങളുടെ ക്ലാസ് കഴിയുമല്ലോ, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾ ഇല്ലാത്തവരെ നമ്പറൊക്കെ മേടിച്ചിട്ട് കളക്ട് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാവരാ. ഓക്കെ, ഇല്ലാത്തവര് നമ്പർ ഇട്ടാ മതി ആഡ് ചെയ്യാന്ന്. ഇനി ഭാഗം ഒന്ന് നോക്കിയേ, ഈ പാഠം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നോക്കിയേ ആദ്യം മുതല്.
ഞാൻ ആ ഗ്രൂപ്പ് അഡ്മിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആർക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതെല്ലാം നോക്കിയിട്ട് വരാട്ടാ. നമ്മുടെ ഫാർമസി ഔട്ട് പേഷ്യന്റും. അപ്പൊ ക്വസ്റ്റ്യൻ ഇടുമ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പൊ തന്നെ ആൻസർ ചെയ്യേ എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഡിസ്കഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് മതി. 12:30 ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറ. ട്രാങ്കിയോസ്റ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സ്വയമായിട്ട് ശ്വസിക്കാൻ പറ്റില്ല. അവർക്ക് മൂക്കും വായ ഉപയോഗിച്ച് അവര് അല്ലെങ്കിൽ കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യന്റിന് അവർക്കൊന്നും സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഈ കഴുത്തിന്റെ ഇവിടെയായിട്ട് ഒരു ചെറിയ കഴുത്തിന്റെ ഇതിന്റെ അടിയിലായിട്ട് ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതിൽ കൂടെ ഒരു ചെറിയ ട്യൂബ് ഇട്ട് ഈ ശ്വാസനാളത്തിലേക്ക് അവർ ആ ട്യൂബ് ഇറക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? ഈ ഹോൾ വഴി അല്ലെങ്കിൽ ട്യൂബ് വഴി ശ്വസിക്കാൻ പറ്റും. അപ്പൊ ഈ ശ്വസിക്കാൻ അവരൊന്ന് സഹായിക്കാം. അതൊരു ചെറിയൊരു ട്രീറ്റ്മെന്റ് പോലെ ശ്വസിക്കാൻ സഹായിക്കുന്നതിന്. അതാണ് ട്രാങ്കിയോസ്റ്റമി. കഴുത്തിലൊരു ഹോൾ ഇട്ട് ചെറിയൊരു ട്യൂബ് ശ്വാസനാളത്തിൽ ഇറക്കിയിട്ട് അവരെ ശ്വസിക്കാൻ സഹായിക്കുക. അപ്പൊ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് കുറച്ച് ദിവസം കൂടി അവരെ ഇത് നീട്ടിയൊക്കെ കൊടുക്കൂലേ? ഓക്കെ പൊക്കോ. നെക്സ്റ്റ് ക്ലാസ് ഉണ്ട് കേട്ടോ 11:30. വേറെന്താ ഡോക്ടർ? നമ്മുടെ ലാറിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ തൊണ്ടയിലെ അല്ലെങ്കിൽ ശ്വസനനാളത്തിലെ അല്ലെങ്കിൽ വോയിസ് ബോക്സിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ കണ്ടെത്താനായിട്ട് ഡോക്ടർ ഒരു ഉപകരണം ഇറക്കിങ്ങാണ്ട് ചെറിയൊരു ഉപകരണം ഇറക്കിങ്ങാണ്ട് ടെസ്റ്റ് ചെയ്യുന്നതിനും പറയുന്നതാണ് ലാറിംഗോസ്കോപ്പ്. തൊണ്ടയിലെ അല്ലെങ്കിൽ ശ്വസനനാളത്തിലെ അല്ലെങ്കിൽ വോക്കൽ കോഡിൽ വോക്കൽ ബോക്സിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അറിയാനായിട്ട് ഡോക്ടർ ഒരു ചെറിയ ഉപകരണം ഇറക്കി ചെയ്യുന്ന ടെസ്റ്റ്. ഓക്കെ, പിന്നെ ഒന്നും ഡൗട്ട് ഇല്ലല്ലോ ആർക്കും ഒന്നും? ആന്റിനേറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രഗ്നന്റ് ലേഡിക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ്. പ്രഗ്നൻസി ടൈമിൽ ഒരു ലേഡിക്ക് ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന ട്രീറ്റ്മെന്റുകളും കെയറും അതൊക്കെയാണ് ആന്റിനേറ്ററിൽ പെടുന്നത്. നെക്സ്റ്റ് ഇതിലെ ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഈ പാഠം ക്ലിയർ ആയി എല്ലാവർക്കും? ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.